സർ നമസ്കാരം. സർ, ഇസ്രായേലിന് അമേരിക്ക B2 ബോംബറുകളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് എന്തുദ്ദേശിച്ചിട്ടായിരിക്കാം അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്? ഇത് ഏത് രീതിയിൽ ഇറാനെ ബാധിക്കും സർ? ഇറാനെ ബാധിക്കുന്നത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോ അമേരിക്കയുടെ സഹായം വേണ്ട. ഈ അമേരിക്കയുടെ കയ്യിൽ മാത്രമാണ് ഈ B2 ബോംബറുകൾ ഉള്ളത്. അത് ആ യുദ്ധവും ആ B2 ബോംബർ വിമാനവും അല്ലെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബും ഉള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. ഇപ്പൊ നമ്മളിത് വികസിപ്പിക്കാൻ പോകുന്നത് പറയുന്നത് ഇപ്പം അതിന്റെ മൊണോപ്പൊളി അവരുടെ കയ്യിലാണ്. ആ യുദ്ധവിമാനം ഏതാണ്ട് 19 എണ്ണം അമേരിക്കയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. കാരണം കൃത്യമായിട്ട് പറക്കാൻ ശേഷിയുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ പ്രയോ ഇപ്പം ഫ്ലൈയിങ് അല്ലെങ്കിൽ അതിന് എല്ലാ സംവിധാനങ്ങളോടും കൂടിയുള്ള 19 എണ്ണം. അപ്പൊ നമ്മൾ ഇതാണ് ഈ കഴിഞ്ഞ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനകത്ത് ആ ഈ ആണവ നിലയങ്ങൾ ഭൂമിക്കടിയിലായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വളരെ ആഴത്തിൽ 10ഉം 20ഉം മീറ്റർ താഴെയാണ് തുരങ്ക, അല്ലെങ്കിൽ മല തുരന്നിട്ടാണ്, വലിയ കോൺക്രീറ്റ് പാളികൾക്കകത്താണ്. അപ്പം അതിനകത്ത് സാധാരണ ബോംബിംഗ് കൊണ്ട് നടക്കത്തില്ല. ആ സാധാരണ ബോംബിംഗ് അല്ലാത്ത ഇത് തകർക്കാൻ പറ്റുന്ന ബോംബർ വിമാനങ്ങളും അത് വഹിക്കാൻ ശേഷിയുള്ള, ആ ബോംബ് വഹിക്കാൻ ശേഷിയുള്ളത് മാത്രം അമേരിക്കയുടെ കയ്യിലേ ഉള്ളൂ. അതുകൊണ്ട് എത്ര യുദ്ധം ചെയ്താലും ഈ യുദ്ധത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ആണവ നിലയങ്ങൾ, അല്ലെങ്കിൽ ആണവായുധം നിർമ്മിക്കാൻ പ്രാപ്തമായിട്ടുള്ള നിലയങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ യുറേനിയം പ്ലൂട്ടോനിയം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നശിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ അത് നശിപ്പിക്കണമെങ്കിൽ ബങ്കർ ബ്ലാസ്റ്റർ വേണം. ബങ്കർ ബ്ലാസ്റ്റർ വേണമെങ്കിൽ അത് ആരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ? എല്ലാ യുദ്ധം ചെയ്താലും എന്തൊക്കെ ചെയ്താലും അതിന് അമേരിക്കയെ സമീപിക്കണമായിരുന്നു. അതിന് അമേരിക്കയെ സമീപിച്ചു. അമേരിക്ക വന്ന് ബോംബിട്ട്. ഇപ്പൊ പരിശോധിച്ച് നോക്കുമ്പോൾ ബോംബിട്ടതേ ഉള്ളൂ പ്രയോജനം, നശിച്ചിട്ടില്ല. വീണ്ടും അവർ തുറന്നു എന്നുള്ള രീതിയിൽ അവരതിനകത്ത് വർക്ക് നടക്കുന്നതിനും കഴിഞ്ഞ ദിവസം സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ വെളിവിട്ടിട്ടുണ്ട്. അതായത് അമേരിക്ക ബ്ലിങ്കി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, പിള്ളേരൊക്കെ പറയത്തില്ലേ ബ്ലിങ്കി പോയെന്നൊക്കെ പറഞ്ഞു. അമേരിക്ക ബ്ലിങ്കി. ഇത് ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇസ്രായേലിനെ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ ഇസ്രായേൽ അത് കൊണ്ട് ബോംബിടും. കാരണം എന്താണെന്നറിയാം, അവർക്ക് നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞ നമ്മൾ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അവർക്ക് ഈ യുദ്ധം ചെയ്ത് പരിചയമുണ്ട്. മാത്രമല്ല അവരുടെ പൈലറ്റുമാരൊക്കെ എന്ന് പറഞ്ഞാൽ അക്യുറേറ്റാ. കൊണ്ടൊന്ന് ഇടാൻ പറഞ്ഞാൽ അവൻ ആ ഇടേണ്ട പോയിന്റിൽ തന്നെ ഇട്ടിട്ട് പോകും. നമ്മൾ കിരാന ഹിൽസിൽ അടിച്ചതുപോലെ വാതക്കയിലേ അടിക്കുന്നുള്ളൂ, ചേട്ടാ അകത്തോട്ട് കയറ്റുന്നില്ലെന്ന് പറഞ്ഞ് വാതക്കയിൽ അടിച്ചു നമ്മൾ ബ്രഹ്മോസ് പറഞ്ഞ മനസ്സിലായി. കാരണം ഇവൻ വാതിൽ തുറന്ന് ഈ സാധനം എടുത്തോണ്ട് പറഞ്ഞത് അത്രേ ഉദ്ദേശമുള്ളൂ. അല്ലാതെ ഈ തൽക്കാലം അതിനകത്തിരിക്കുന്ന ആയുധം നശിപ്പിക്കാൻ താല്പര്യമാണ്. ആണവായുധം ഉണ്ടാക്കി വെച്ചേക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. കാരണം ഇത് ആ സമയത്ത് യോജിപ്പിച്ചെടുക്കാനേ പറ്റൂ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞാൽ വിക്ഷേപിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് യോജിപ്പിച്ചെടുത്ത്, അല്ലെങ്കിൽ ഇത്ര സമയത്തിന് അത് വിക്ഷേപിക്കണം. അല്ലെങ്കിൽ ഇതിനി അറിയാമല്ലോ, ഭയങ്കര ഡേഞ്ചർ സാധനം. അതിന്റെ വലിയ വിശാലമായിട്ട് പറയാനുള്ള സയന്റിസ്റ്റ് ഒന്നും അല്ല ഞാൻ. എന്നാലും ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതി. അപ്പം ഇതിനകത്ത് കയറി നമ്മളെ അടുത്ത് ആണവായുധം ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇവന്റെ കാര്യം അറിയാമല്ലോ, എന്തും ചെയ്തു കളയും. അപ്പൊ ഇവൻ അതിനകത്ത് കയറി ഇതൊരു സാധനം കണക്ട് ചെയ്ത് ഇങ്ങോട്ട് തൊടുത്തുകൂടായികയില്ല. തൊടുക്കുന്നതിന് സഹായമാകുന്നത് മുമ്പേ നമ്മൾ ടോക്ക് ചർച്ച ചെയ്താൽ അമേരിക്ക ഉൾപ്പെടെ നിൽക്കുവാണല്ലോ. അമേരിക്കയുടെ ബേസ് ആണല്ലോ അതിന് തൊട്ടപ്പുറത്ത് കിടക്കുന്നത്. പിന്നാണല്ലോ നമുക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ വാതിക്കലം കഴിഞ്ഞു. അതിനകത്തോട്ട് കയറേണ്ട കൊച്ചാട്ട്, ഇപ്പൊ സാധനം എടുക്കണ്ട, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു. മാത്രമല്ല ഇത് അടിക്കാൻ നമുക്കറിയാം, എവിടെ ഇരിക്കുന്നത് നമുക്കറിയാമെന്നൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പൊ പറഞ്ഞു വന്നത് അതല്ല ഇസ്രായേലിന്റെ വിഷയം. ഈ കഴിഞ്ഞ യുദ്ധത്തിനകത്ത് 13-ാം തീയതി തുടങ്ങി രണ്ടാഴ്ച നമ്മൾ പിന്നത്തെ വാർത്താ സമ്മേളനം കേട്ടാണല്ലോ, യുദ്ധത്തിനകത്ത് മൊത്തം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. നേരത്തെ കയറുന്നതിന് വേണ്ടി ഇറാനുമായിട്ട് ചർച്ച നടത്തി സമയമെടുത്ത് ഞങ്ങൾക്ക് തന്നു. അങ്ങനെയാണ് മൊസാദ് അവിടെ കയറി ഡ്രോണുകൾ അല്ലെങ്കിൽ ലോഞ്ചറുകൾ അകത്ത് സ്ഥാപിച്ചത്. അതിനുശേഷം 2 ആഴ്ച സമയം ചോദിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ഇവന്റെ പ്രതിരോധ സംവിധാനം ഓരോ ദിവസവും എവിടെയാണെന്ന് കണ്ടെത്തി, മിസൈൽ ലോഞ്ചറുകൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ എല്ലാ ഒരുക്കങ്ങളും, കാരണം അമേരിക്ക ആക്രമിച്ച ശേഷം അമേരിക്കയെ തിരിച്ചാക്രമിക്കാൻ ഒക്കാത്തപ്പോൾ അമേരിക്കയുടെ ബേസുകൾ GCC രാജ്യങ്ങൾ കിടക്കുന്നിടത്ത് ആക്രമിക്കാൻ ഒക്കാത്ത രീതിയിലേക്ക് നിരായുധീകരിക്കുന്നതിന് വേണ്ടി ആയിരുന്നു ഇതെല്ലാം ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്ലാനിങ് ആയിരുന്നു. അല്ലാതെ ട്രംപ് ഞങ്ങളെ കുറ്റം പറഞ്ഞത് നിങ്ങളെ പറ്റിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വന്നില്ലേ. അപ്പൊ ഇപ്പം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇവർ വിചാരിക്കുന്നത് പോലെ നശിപ്പിക്കാൻ സാധിച്ചില്ല. അതായത് ആണവായുധം ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ നിന്നും, അത് ആണവ കേന്ദ്രങ്ങൾ വേണ്ട രീതിയിൽ നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്ക് വന്ന വാർത്ത ഇത് കൊണ്ടുപോയിട്ട് ഈ പറയുന്ന കിം ജോങ് ജുവിന്റെ കൊടുത്ത് ഒരു വട്ടനുണ്ടല്ലോ, സൈക്കോ ഉത്തര കൊറിയക്കാരൻ, അവന്റെ കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. അവിടെ ഇതിന്റെ ഏറ്റവും അവസാനത്തെ പരിപാടികൾ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത വന്നു. അത് അമേരിക്കയാണ് അമേരിക്കയുടെ മുൻ പ്രതിരോധ സെക്രട്ടറി അല്ല, നമ്മൾ അങ്ങനത്തെ ഏതോ വലിപ്പത്തിലുള്ള ഉദ്യോഗസ്ഥനാ പറഞ്ഞത്. അപ്പം അത് ഇപ്പൊ ഇത് മനസ്സിലായി. കാരണം ഏത് സമയം വേണ്ടി
അന്നേരം ഭരണമാറ്റവും അല്ലെങ്കിൽ കാര്യങ്ങളും ഉള്ള രാജ്യമുള്ള അന്നേരം തീരുമാനം എടുക്കണ്ട, അവിടെ കൊടുക്കണോ കൊടുക്കണ്ട എന്ന് തീരുമാനം എടുക്കണം. ഇപ്പൊ ഈ ബില്ല് പാസ്സാവുന്നെന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് തീരുമാനിക്കാം ബീറ്റൂർ ബോംബറുകളും ബോംബർ അല്ലെങ്കിൽ ബങ്കർ ബ്ലാസ്റ്റർ ഇറാന് ഇസ്രായേലിന് കൊടുക്കാം. അപ്പൊ അതിന്റെ പൈലറ്റുമാരെ ഈ വിമാനം ഓടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനമൊക്കെ കഴിഞ്ഞിട്ട് ഏത് സമയം കണ്ടുവച്ച് ഉപയോഗിക്കാം. അന്നേരം കുഴപ്പമില്ല. ഈ അമേരിക്ക നോക്കി ഇരിക്കണ്ട, അവർ ഇസ്രായേൽ അത് കൃത്യമായിട്ട് ഏത് സമയമാണെന്ന് വെച്ചാൽ കൈകാര്യം ചെയ്തോളും. അപ്പൊ അമേരിക്കക്ക് മനസ്സിലായി ഇത് ത്രെട്ട് തന്നെയാണ്, ഇറാൻ വഴങ്ങുന്ന ഇറാൻ അല്ല, ലോഹിയടിച്ചാലും വിരട്ടിയാലും ഒന്നും നിൽക്കുന്ന ആളല്ല, ഇവനെ കൈകാര്യം ചെയ്തേ ഒക്കത്തുള്ളൂ. അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഇറാനെ ആകുമ്പോൾ ബാക്കിയുള്ള GCC രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് താല്പര്യമാണ്. എന്നായാലും ഇയാൾ പ്രശ്നമാണ്, ഇയാൾ ഒരു മതവെറിയനാണ്, ഇയാൾക്ക് വേറെ അജണ്ടയാണ്, ഇയാൾക്ക് ലോകത്ത് മറ്റു രാജ്യങ്ങളെ അല്ല GCC അറേബ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടെയുള്ളവരെ കീഴ്പ്പെടുത്തി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ആധുനിക ലോകത്തിന്റെ കാര്യങ്ങളുമായിട്ടോ അല്ലെ വികസനവുമായിട്ടൊന്നും ബന്ധപ്പെട്ട് പോകുന്ന ഒരു അവസ്ഥയില്ല. അത്തരത്തിൽ മാനസികാവസ്ഥ ഉള്ള ഒരു ഭരണാധികാരിയല്ല. ആ ഭരണാധികാരിക്ക് മാറ്റം വന്നാലേ ഇറാൻ പഴയതുപോലെ പേർഷ്യ ആവത്തുള്ളൂ. അതുകൊണ്ട് ആ സംവിധാനത്തിന് വേണ്ടി നിന്നു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇറാൻ എന്തെങ്കിലും സംഭവിച്ചോട്ടെ അതിനകത്ത് വേറെ കാര്യം ഒന്നുമില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു GCC രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ തന്നെ കഴിഞ്ഞ ദിവസം ഫത്വ പുറപ്പെടുവിച്ചു. ഫത്വ നമ്മൾ നിസ്സാരമായിട്ട് കാണണ്ട. ഫത്വ എന്ന് പറഞ്ഞാൽ നെതന്യാഹുവിനെയും ട്രംപിനെയും കൊല്ലണം. ട്രംപിനെയും നെതന്യാഹുവിനെയും ഒറ്റയടി കൊല്ലാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഈ പറയുന്ന സെക്യൂരിറ്റി ഉള്ള രണ്ടാൾക്കാരെ. പക്ഷെ കൊല്ലാൻ പറ്റും. ക്രിസ്ത്യാനിയെ കൊല്ലാൻ പറ്റും, ജൂതനെ കൊല്ലാൻ പറ്റും, അവന്റെ സ്ഥാപനം ആക്രമിക്കാൻ പറ്റും, അവന്റെ രാജ്യത്ത് പല രീതിയിലുള്ള ആക്രമണം നടത്താൻ പറ്റും. ഇത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുശേഷം അതുപോലെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഹിന്ദുക്കളെ കൊല്ലാൻ പറ്റും. കാരണം ഇത് പറഞ്ഞിരിക്കുന്ന അവർക്കെതിരെ നടക്കുന്ന, അല്ലെങ്കിൽ അവർ ദൈവനിന്ദ നടത്തുന്നവനെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള പോളിസി ഉള്ള ഒരു മതവും, അല്ലെങ്കിൽ ആ പോളിസിയാണ് ശരിയെന്നും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് സ്വർഗത്തിൽ പോകാമെന്നും ഏറ്റവും കൂടുതൽ വലിപ്പത്തിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അതിന് അങ്ങനത്തുള്ള ആൾക്കാരെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നതാണല്ലോ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ ജോലി. അപ്പൊ അതിനുവേണ്ടി ഈ പറയുന്ന, അപ്പൊ ഇത് ഇവർക്ക് മനസ്സിലായി ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല. യഥാർത്ഥത്തിലുള്ള യുദ്ധം ഇറാൻ തുടങ്ങിയതേ ഉള്ളൂ. അതാണ് ഫത്വ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഫത്വ പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നേരിട്ടുള്ള യുദ്ധം ഈ വെടിനിർത്തൽ ഉണ്ടാക്കാം. ഫത്വയ്ക്ക് എത്ര വെടിനിർത്തൽ? എവിടെ വെടിനിർത്താൻ പറ്റുന്നത്? അമേരിക്കയില് കഴിഞ്ഞതിന് ശേഷം ബ്രസീൽ പ്രവിശ്യ നടന്നില്ലേ ഈ പറയുന്നത് പാലസ്തീന് അനുകൂലമായിട്ട്? ഇവിടെ ബലാത്സംഗം നടന്നില്ലേ ബംഗ്ലാദേശിൽ ഹിന്ദുസ്ത്രീയെ? ഇനി അവിടെ ഇവിടെയെല്ലാം നടക്കും. ഈ പറയുന്ന നയതന്ത്ര കാര്യാലയങ്ങൾ ആക്രമിക്കപ്പെടും. ട്രംപിന്റെ ബിസിനസ്സുകൾ ലോകത്ത് അവിടെ എവിടെയെല്ലാം ഉണ്ട്. ഫ്ലാറ്റുകളൊക്കെ ബോംബ് വെച്ചാൽ പോരെ? അങ്ങനെ പല കാര്യങ്ങളും നടക്കും. അപ്പൊ നമ്മൾ ഫത്വ എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് കേൾക്കുന്നതിനത് വലിയ കാര്യമാണ്. ദൈവം നിന്ന് നടത്തി, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുരോഹിതൻ ദൈവത്തിന്റെ കെയർ ഓഫിൽ നിന്ന് വർത്തമാനം പറയുന്നതായിട്ട് അവർ സങ്കല്പിക്കുന്നത്. ദൈവ വർത്തമാനം അത് പുരോഹിതൻ മതപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു, അത് നമ്മൾ അനുസരിക്കണം. അതനുസരിച്ചാൽ മാത്രമേ നമുക്ക് ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളായിട്ട് വരത്തുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലുള്ള സങ്കല്പമുണ്ട്. അപ്പം അതൊക്കെ വലിയ വലുപ്പത്തില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ഇവിടം കൊണ്ട് പോകത്തില്ല. ചെറിയ രാജ്യം, ഏതാണ്ട് 1 കോടിക്കകത്ത് ജനമുള്ള രാജ്യത്തെ ഒരു ബോംബിട്ടാൽ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് സാധ്യമാക്കാൻ, അതായത് ഈ ലോകത്ത് ഒരു ജൂതനും ഉണ്ടാകേണ്ട ആ സമയം വരെ യുദ്ധം ചെയ്യണമെന്നുള്ള മാനസികാവസ്ഥ ഉള്ള ആളാണ് ഖമേനി, അവരുടെ കൂട്ടാളികൾ, അത്തരത്തിലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ. അപ്പം യുദ്ധതന്ത്രം ഒന്നും അവിടെ കാണത്തില്ല. അത് ഇസ്രായേലിന് അറിയാം, മനസ്സിലാവുന്നുണ്ട്. ഇല്ല, തീർത്ത് കളയും അവസരം കിട്ടിയാൽ. യുദ്ധതന്ത്രമൊക്കെ ഉള്ളത് മര്യാദക്കാരനേ ഉള്ളൂ, മാനുഷ്യവിലയുള്ളവനേ ഉള്ളൂ. ഈ ഇന്ത്യയിലെ തലയ്ക്കകത്ത് ആള് താമസത്തോടു കൂടി ജീവിക്കുന്നവനേ ഉള്ളൂ. അല്ലെ ഇവിടം കഴിഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു വലിയ മദ്യപ്പുഴയുണ്ട്, അവിടെ എന്തോ ഹൂത്തികളോ ഏതാണ്ട് സാധനമുണ്ട്, അല്ലെങ്കിൽ മറ്റു സംവിധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നവന് ഇവിടെ ഈ പണി ചെയ്യാനേ ഉള്ളൂ. ആ പണി ചെയ്താലേ അവിടെ ചെല്ലത്തുള്ളൂ എന്ന് അറിയാം. അപ്പൊ അതിനുള്ള സാധ്യത കൂടുതലാണ്. ഇത് അമേരിക്കയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. വിരട്ടിയാലും കളിച്ചാലും ഒന്നും നിൽക്കുന്ന ഒരു ഇറാനും ഒന്നും അല്ല ഉള്ളത്. അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ അവൻ അവസരം കിട്ടിയാൽ ആണവായുധം ഉണ്ടാക്കും. ആണവായുധം അമേരിക്കക്കെതിരെ തൊടുക്കും, ആണവായുധം ഇസ്രായേലിനെതിരെ തൊടുക്കും, ആണവായുധം GCC രാജ്യങ്ങൾക്കെതിരെ തൊടുക്കും, അവൻ ഇഷ്ടമുള്ളവന്റെ കയ്യിലെല്ലാം കൊടുക്കും. അപ്പൊ ആ കുഴപ്പത്തെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പം അമേരിക്കൻ കോൺഗ്രസിൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഈ തരത്തിൽ ഒരു ബില്ല് പാസ്സാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബങ്കർ ബ്ലസ്റ്റർ ബോംബും B-2 വിമാനങ്ങളും കൊടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഏതവസരത്തിൽ അധികാരമുണ്ട്, അത് ഇസ്രായേലിന് കൊടുക്കണം. മറ്റ് സഖ്യരാജ്യങ്ങൾക്കൊന്നും ഇതുവരെ ഒരു സഖ്യരാജ്യങ്ങൾക്കും കൊടുത്തില്ല, മറ്റ് സഖ്യരാജ്യങ്ങൾക്കൊക്കെ ഒന്നും കൊടുക്കുന്നതിനെ പറ്റി ഇല്ല. ഇവർ തമ്മിലുള്ള ഒരു ബന്ധം, ആ ബന്ധം വെച്ച് ആ തീരുമാനം ഉണ്ടാകും, അത് പാസ്സാകും.
അതിനകത്ത് പാസ്സാവാതിരിക്കാൻ ന്യായമൊന്നുമില്ല. അതിന് പ്രതിപക്ഷം ഭരണപക്ഷമൊന്നും എതിര് വരുന്ന ഒരു അവസ്ഥയില്ല. ഏതായാലും ഈ B2 വിമാനങ്ങൾ ഇസ്രായേലിൽ എത്തി എന്ന് വിചാരിക്കേണ്ടി വരും. ഇറാന് ഇതൊരു വലിയ തലവേദനയായിട്ട് മാറുകയും ചെയ്യും.